എൻ്റെ അമ്മ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് പണ്ടേ ആത്മഹത്യ ചെയ്തതാണ്. ഇവർക്കെല്ലാം കഞ്ഞി വെച്ച് കൊടുക്കൽ എൻ്റെ പണി. ജീവിതം മുഴുവൻ ഏത് സമയത്ത് നോക്കി കഴിഞ്ഞാലും ഇവരിങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഭയങ്കര പവർഫുള്ളാണ്. ഈ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ സന്തോഷേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ്. സംശയമില്ലല്ലോ. ഇല്ല. ഗൃഹലക്ഷ്മിയിൽ വായിച്ചിട്ട് ഞാൻ കരഞ്ഞു. അതെ. എനിക്ക് അമ്മയുടെ സ്നേഹം. അമ്മ എങ്ങനെയാണ് സന്തോഷേട്ടൻ അങ്ങനെ? അമ്മ ഈ പറയുന്ന പോലെ അമ്മ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരാളാണ്. ഒരുപാട്. കാരണം വെച്ചാൽ ഒന്ന് കൂട്ടുകുടുംബ ജീവിതം. അപ്പോൾ ഇവിടെ പേടകം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനൊക്കെ അങ്ങോട്ട് താമസം മാറി. അച്ഛനെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് അങ്ങോട്ട് വന്നു. പിന്നെ ഈ അമ്മ അതിനകത്തായി. പിന്നെ അവിടെ ഈ പറയുന്ന പോലെ കൂട്ടുകുടുംബം ഇത്രയും അമ്മാവന്മാർ, പിന്നെ വല്യച്ഛൻ വലിയ ജന്മിയായിരുന്നു. അപ്പോൾ തോട്ടം, അവിടെ ഒരുപാട് ആൾക്കാർ, പണിക്കാർ, ഇവർക്കെല്ലാം കഞ്ഞി വെച്ച് കൊടുക്കൽ എൻ്റെ പണി. ജീവിതം മുഴുവൻ ഏത് സമയത്ത് നോക്കി കഴിഞ്ഞാലും ഇവരിങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അന്ന് ഒരു മുളക് പൊടി കിട്ടൂല, മല്ലിപ്പൊടി ഇല്ല. ഇതെല്ലാം തന്നെ എന്താണ് ഈ വലിയ കല്ലിലിട്ട് അരക്കണം. ഈ അരച്ചിട്ടാണ് ഇവർക്ക് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എൻ്റെ ഇളയമ്മയും അതിൻ്റെ പാവം മരിച്ചുപോയി, ചെറിയമ്മ. അപ്പോൾ അങ്ങനത്തെ അമ്മയാണ്. പിന്നെ വീട്ടിലുള്ള വേറെ രീതിയിലുള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള വേറെ കുറേ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി ജീവിതം പിടിച്ച് നിർത്തിയാണ്. അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് പണ്ടേ ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഇച്ഛാശക്തി എൻ്റെ അമ്മക്കുണ്ട്. ആ ഇച്ഛാശക്തി എനിക്ക് എൻ്റെ എഴുത്തിലും കിട്ടിയിട്ടുണ്ട്. അമ്മ പരാജയപ്പെടുന്ന ഒരാളല്ല, ഭയങ്കര പവർഫുള്ളാണ്. വാതകം, ഭീകരവാദം, അവർ കരുത്തുണ്ട്. കാണുമ്പോൾ കരുത്തില്ലാന്ന് തോന്നും, പക്ഷെ നല്ല കരുത്തുള്ള ആളാണ്. പിന്നെ അമ്മ തന്നെയാണ്. അപ്പം നമ്മളെ ഇവിടെ അല്ലെങ്കിൽ എന്നെയൊക്കെ കൊണ്ട് പണ്ടേ എൻ്റെ അമ്മയുടെ ലൈഫിലാണെങ്കിൽ എൻ്റെ അമ്മ പണ്ടേ ആത്മഹത്യ ചെയ്തേന്. പക്ഷെ എൻ്റെ പെങ്ങളെയും എന്നെയും നോക്കി അമ്മ 500 രൂപ അമ്മ കൊടുത്തു കഴിഞ്ഞാലും. ഇപ്പം ഞാനിവിടെ ജീവിക്കുന്ന സമയത്ത് 17ാമത്തെ വയസ്സിൽ ഈ വീട് നോക്കാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് അന്നൊരു 500 രൂപ കൊണ്ടുകൊടുത്താലും അമ്മ ഇവിടെ പച്ചക്കറിയൊക്കെ നട്ട് പശുവിനെയൊക്കെ വളർത്തി അങ്ങനെ ഇവിടെ ചീരയും മറ്റേതെല്ലാം ഉണ്ടാക്കി. പിന്നെ ഞാനും കണ്ടത്തിൽ കുറേ കിഴങ്ങൊക്കെ നടും, വെള്ളരിക്ക നടും. ഇതെല്ലാം വെള്ളം വെച്ചിട്ട് നമ്മൾ തോടുണ്ടല്ലോ ഇവിടെ താഴെ, അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീവിതം അങ്ങനെ കൊണ്ടുപോയതാണ്. 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപേനനുസരിച്ച് ജീവിക്കും. 500 രൂപ ജീവിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. വേറെ ആഘോഷങ്ങളൊന്നുമില്ല. ഒരു നല്ല ഫുഡൊക്കെ കഴിക്കുന്നതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ ഒരു 28 വയസ്സൊക്കെ ആയിട്ടാണ് അത്യാവശ്യം നല്ല ഫുഡ്, 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. നമ്മൾ പുറത്തു പോയിട്ട് അങ്ങനെ എന്തെങ്കിലും തിന്നല്ല കേട്ടോ. നമ്മൾ വീട്ടിനകത്ത് ഒരു കഞ്ഞി, ഒരു ചോറും ഒരു കൂട്ടാനും ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.